ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് കാസർഗോഡാണ്. നമ്മള് ഒരു ട്രാവലിലാണ്. അപ്പൊ അതിന്റെ കൂടെ ഫിഷിങ്ങും ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈങ് ആണ് ഇപ്പൊ ചെയ്യണേ. നമ്മള് ചെമ്മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് അതിനുശേഷം ബീച്ചിലേക്ക് പോകുന്നതാണ്. അപ്പൊ നമുക്ക് വാങ്ങിച്ചതിന് ശേഷം ബാക്കിയുള്ളത്, പിന്നെ അതിനുശേഷം മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുകള് അതൊക്കെ നോക്കാം. അപ്പൊ നമ്മള് കാസർഗോഡാണ് ഇപ്പൊ കാണുന്നത്. അമ്പലൊക്കെ നമ്മളിപ്പോ ഇപ്പത്തെ ട്രാവലില് കാസർഗോഡ് മുതൽ ഗോവ വരെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണത്. എല്ലാം കോസ്റ്റ്ലി കൂടെയാണ്. നമ്മൾ വന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. കോസ്റ്റ്ലി കൂടെ ഗോവ വരെ ട്രാവൽ ചെയ്യുക, പറ്റാവുന്നിടത്തൊക്കെ ഫിഷ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇപ്പത്തെ പ്ലാന്. അപ്പൊ മീൻ കിട്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ച് എനിക്ക് വലിയ പിടിപാടുകളൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡിഫറെന്റ് പ്ലേസസ് ട്രൈ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പൊ ബാക്കി മീൻ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പറയാം. ആ ബീച്ചുകളൊക്കെ ഒന്ന് നോക്കിയേ. തിര കൂടുതലാണ്. തിരയൊക്കെ കുറച്ച് കൂടുതലുണ്ട്. നമുക്ക് എന്തായാലും നമ്മളിപ്പോ കോസ്റ്റൽ റൂട്ടിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇത് നേരെ പോകുന്നത് മാംഗ്ലൂർ റോഡാണ്. നമുക്ക് എന്തായാലും മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പ് തപ്പിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ എന്തായാലും നോക്കിയിട്ട് സൈക്ലേഴ്സ് ഒക്കെ പോകുന്നുണ്ട്. കൊല്ലു മംഗലാപുരം 65, കാസർഗോഡ് 12. 65 കിലോമീറ്റേഴ്സ് ഉള്ള മംഗലാപുരത്തേക്ക്. രാജേഷ് ഉണ്ണിയതാ സൈക്കിൾ ഓടിക്കുന്നത്. ആരാണോ? അപ്പൊ നമുക്ക് ഇവിടുന്ന് നമ്മൾ മീൻ വാങ്ങിക്കാണ്, ചെമ്മീൻ വാങ്ങിക്കാണ്. ഇനി ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഫിഷിങ്ങിന് പോവാം. ഇവിടെ ചൂണ്ടാൻ പോകാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഫാമിലി അപ്പൊ നമ്മള് 50 രൂപയ്ക്ക് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടികളെ ചോദിച്ചിട്ട് കുറച്ച് നല്ല വിലയായിരുന്നു ചെമ്മീന്. ഫ്രണ്ടിലേക്ക് അവിടെ വെക്കും. ആ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കാര്യം സക്സസ് ആയിട്ടുണ്ട്. ഇനി മീൻ കിട്ടാന്നുള്ളതാണ്. അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കണേ. എന്തായാലും നോക്കി കളയാം. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ കിട്ടിയേ കിട്ടി, പോയേ പോയി, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് മീൻ പിടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോ ഉള്ളത് ബേക്കൽ ഫോർട്ട്, അതായത് കാസർഗോഡ് ബേക്കൽ ഫോർട്ട് ബീച്ചിന്റെ ഫോർട്ടിന്റെ അടുത്തുള്ള ബീച്ചിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഫിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്യണേ. ബേക്കൽ ഫോർട്ട് പോയിട്ടായിരുന്നു. അതിന്റെ ഒരു 1 കിലോമീറ്റർ അതിന് നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ബീച്ച് നമ്മുടെ ബീച്ചല്ലേ? എന്നിട്ട് ലാശയം അപകട സാധ്യത ഉള്ളതിനാൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ആദ്യം വന്ന സ്ഥലം നമുക്ക് ഉചിതമല്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും പണിയാണ്. അത് പണിയാണ്. അത് ചിലപ്പോൾ വല്ല പോലീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. ഞാൻ ഓണാക്കിണ്ട്. കാസർഗോഡ് ജംഗ്ഷനാണ്. നമ്മള് യൂട്യൂബില് വീഡിയോ ഇട്ടിട്ടാ. കാസർഗോഡിലെ റൊണാൾഡോ ആണ് ഇത്. കാസർഗോഡ് റൊണാൾഡോ അതാരാ?
മെസ്സി, മെസ്സി. കാസർഗോഡ് മെസ്സിയാണത്. നീ ആരാ? നെയ്മർ. നെയ്മർ. നിന്റെ പേരെന്താ? അപ്പൊ ഇവിടെ കാസർഗോഡിലൊരു ഫുട്ബോൾ ടീം വരെ ഉണ്ട്. നമ്മളിപ്പോ എന്തായാലും ചെറുതായിട്ടൊന്ന് ഫിഷ് ചെയ്യാൻ പോണ്. ആ നമ്മൾ ഇന്ന് മീൻ പിടിക്കാണ് കേട്ടോ. എല്ലാരും സപ്പോർട്ട് ചെയ്യും. എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുന്നു. ആ ലൈക്കും ചെയ്യണം, കമന്റ് ഇടണേ. ആ ഗയ്സ്, കടലിൽ നീന്തൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെമ്മീനിടാം. ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ വിലയുള്ളതൊന്നുമല്ല. എല്ലാ ഹുക്സുകളും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ചത് നല്ലതാണ്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. പല സൈസിലുള്ള ഹുക്കുകൾ നമുക്ക് പലപ്പോഴും ആവശ്യം വരാറുണ്ട്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതിൽ കൊണ്ടുനടക്കാൻ പറ്റും. വളരെ എളുപ്പമായിട്ട് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബോക്സാണ്. അപ്പോൾ അത് നല്ലതായിരിക്കും എല്ലാവരും കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അത് വെക്കുക. പിന്നെ ചെമ്മീൻ അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? പറഞ്ഞ പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടേ. എന്താ പേരെന്ത്? അത് ശരി, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കണില്ലല്ലോ. അതാണ് എന്താ? ചൂടാറില്ലേ? ഇപ്പൊ വേറെ ആരെങ്കിലും ചൂടാറുണ്ടോ? മറ്റേത് പൾക്കുമാല, പിന്നെ ഇങ്ങനത്തെ നിങ്ങളുടെ വീടൊക്കെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വലയിടുണ്ട് ചേട്ടൻ. എവിടെ? ആ എൻഡില്. നമ്മള് ചെമ്മീൻ കുഴപ്പമില്ല. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും മീൻ കിട്ടണം കേട്ടാ. മീൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങള് കൂട്ടാൻ വയ്ക്കോളൂട്ടോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്തോളൂട്ടോ. നീ നിന്റെ കണ്ടില്ലല്ലോ നേരത്തെ. ഇത് പറ, മെസ്സിയാണോ? ഇതാരാ? മെസ്സി? റൊണാൾഡോ? റൊണാൾഡോ, രണ്ട് റൊണാൾഡോ കേട്ടപ്പോ. റൊണാൾഡീനോ? അല്ലല്ല, അവൻ റൊണാൾഡോ തന്നെ. ജൂനിയർ ആണ്, ജൂനിയർ. അപ്പൊ നമ്മള് സെറ്റല്ലേ വീഡിയോ? ആ വീഡിയോ ഓൾറെഡി സെറ്റ്. ചെമ്മീൻ ഇട്ടുണ്ട്. വെയിറ്റ് നമ്മുടെ നോർമൽ വെയിറ്റ് തന്നെ. കാറ്റ് നല്ല കാറ്റുണ്ട്. അപ്പൊ നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ട്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. ബാക്കിയുള്ളതൊക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷം പറയാം. ഓ ഭയങ്കര കാറ്റാണ്. I don't think you will get anything. എടാ കൊട തുറക്കടാ, മഴ. ഒത്തുമില്ലെന്നാണ് പറയേണ്ടത്. കാരണം ഇന്ന് നല്ല കാറ്റാണ്. കാറ്റുള്ളതുകൊണ്ട് അവിടെ കയറാനായി തന്നെ ചേട്ടന്മാർ പറഞ്ഞു കാറ്റ് ഭയങ്കരമായിട്ടുണ്ട്, കാരണം കിട്ടാൻ ചാൻസ് കുറവാണ്. അല്ല, നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ട്രൈ ചെയ്യാണ്. ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ കാസർഗോഡ്. അപ്പോൾ നമ്മളതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയതാ. കിട്ടണമെന്നില്ല,
എന്നാലും ഫിഷിംഗ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു എനർജിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരിക്കലും ആ ട്രൈ വിടില്ല. സൂര്യപ്രകാശം വരുന്നുണ്ട് ക്ലൗഡ്സിന്റെ ഇടയിൽ കൂടെ. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ റെഡ് മൂൺ ബീച്ച് കാസർഗോഡ് വന്നിരിക്കുകയാണ്. അവിടെ ഒരു പഴയകാല മിഠായി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ജയൻറ്റ് വീലും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ അറ്റത്ത് കുറച്ച് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇത് മാഷ്മലോയാ? പാരീസ് ഡക്കാനൊക്കെ ഉണ്ട്. പണ്ടത്തെ ഇല്ല ഡക്കാ പാരീസ് പണ്ടത്തെ ഹീറോ ഇരുന്നത്. അങ്ങനെ നമ്മൾ കാസർഗോഡ് പോയിട്ട് ബേക്കൽ ഫോർട്ടും റെഡ് മൂൺ ബീച്ചും പിന്നെ അവിടുത്തെ ജയൻറ്റ് വീലും അവിടുത്തെ ഒരു വ്യൂവും ബേക്കൽ ഫോർട്ടിൻ്റെ കുറച്ച് വ്യൂവും ഒക്കെ കണ്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരാണ് ചെയ്തത്. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും കിട്ടിയൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു രസമായിരുന്നു. അവിടുത്തെ കുട്ടികളുടെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നല്ല ഒരു അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം നമ്മളെ ഒരു സ്ഥലത്ത് ചെല്ലുന്ന നേരത്ത് നമ്മളെ ഒരു ചാനലിൻ്റെ പേരിൽ അറിഞ്ഞിട്ടൊന്നുമല്ല. ആകെ 100 പേര് കാണുന്നൊരു ചാനലിൽ എന്തറിയാനാണ്. പക്ഷെ എങ്കിലും ഒരു കുട്ടികളുടെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ സന്തോഷകരമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു കോസ്റ്റൽ ബെൽറ്റിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പറ്റാവുന്നിടത്ത് എല്ലായിടത്തും നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ചേരുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.